കർത്താവ് തൻ്റെ ശിഷ്യന്മാരുമായി അന്ത്യ അത്താഴം കഴിക്കുന്നതാണ് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 13-ാം അധ്യായത്തിൽ നാം കാണുന്നത്. അന്യോന്യം ശുശ്രൂഷിക്കുവാൻ തയ്യാറല്ലാതിരുന്ന തൻ്റെ ശിഷ്യന്മാരുടെ കാലുകൾ യേശു കഴുകി വൃത്തിയാക്കി. പത്രോസിന് ആദ്യം എതിർപ്പുണ്ടായിരുന്നെങ്കിലും പിന്നീട് അവൻ അതിന് സമ്മതിച്ചു. എല്ലാവരെയും വെടിപ്പാക്കിയിട്ട് യേശു അവരോട് പറഞ്ഞു, ഞാനൊരു മാതൃക കാണിച്ചു, നിങ്ങളും അതുപോലെ മറ്റുള്ളവർക്ക് ചെയ്യണം. കർത്താവിൻ്റെ കാൽ കഴുകുകയല്ല അവൻ ഉദ്ദേശിച്ചത്, മറ്റുള്ളവരുടെ കാൽ. ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളുടെ മനോഭാവത്തിലിരിക്കുന്നവർക്ക് നിങ്ങളും ചെയ്യണം. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തതിനെക്കുറിച്ച് അറിയാവുന്നവർക്ക് മാത്രമേ അങ്ങനെ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുവാൻ സാധിക്കൂ. എൻ്റെ കാലിൽ അഴുക്ക് നിറഞ്ഞിരുന്നെങ്കിലും ദുർഗന്ധം വമിച്ചിരുന്നെങ്കിലും ഞാൻ അത് കഴുകി വൃത്തിയാക്കില്ല എന്ന് നിർബന്ധം പിടിച്ചാലും എന്നെ എൻ്റെ ഗുരുവും കർത്താവുമായവൻ കഴുകി വെടിപ്പാക്കി. കർത്താവ് പറയുകയാണ്, അങ്ങനെ ചെയ്താൽ നിങ്ങൾ ഭാഗ്യവാന്മാർ എന്ന്, അല്ലെങ്കിൽ അരിഷ്ടന്മാർ, നിർഭാഗ്യവാന്മാർ. സ്വന്തം ജീവിതത്തിലുള്ള അശുദ്ധി കർത്താവ് കഴുകുവാൻ അവനെ നാം അനുവദിക്കണം. നമ്മുടെ ജീവിതത്തിൽ നാം സ്വയപരിശോധന ചെയ്യണം. നാമുമായി ബന്ധപ്പെട്ടിരിക്കുന്നവരുടെ ജീവിതത്തിൽ അശുദ്ധി കാണുമ്പോൾ വാളെടുക്കാതെ, വടിയെടുക്കാതെ തുവർത്തെടുക്കണം. കർത്താവിൻ്റെ മനോഭാവം എത്ര മനോഹരമാണല്ലേ! നമുക്ക് മാതൃകയാക്കുവാൻ ഏറ്റവും നല്ല മനോഭാവം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 12 മുതലുള്ള വാക്യങ്ങൾ നാം ചിന്തിക്കുവാൻ പോകുകയാണ്. നിങ്ങൾ ആ ഭാഗം എടുത്താട്ട് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 13-ാം അധ്യായം. അപ്പോസ്തലന്മാരുടെ കാല് കഴുകിയത് വേറൊരു വിധത്തിലുള്ള കഴുകലിൻ്റെ ചിത്രമാകുന്നു. അതെ, സ്വർഗീയ കഴുകലിൻ്റെ ചിത്രമായിരുന്നു അത്. ക്രിസ്തു മരിക്കുവാൻ പോകുന്ന ആ മരണത്താൽ പാപം കഴുകിക്കളയുന്നതിൻ്റെ പ്രതീകമത്രേ അത്. അതെ, രക്ഷയുടെ പ്രതീകമായിരുന്നു അത്. കർത്താവ് പത്രോസിനോട് ഞാൻ ചെയ്യുന്നത് നീ ഇപ്പോൾ അറിയുന്നില്ല, പിന്നെ അറിയുമെന്ന് പറഞ്ഞപ്പോൾ അർത്ഥമാക്കിയത് അതത്രേ. ഈ ഭാഗത്ത് രക്ഷയുടെ 2 ഭാഗങ്ങളെങ്കിലും വ്യക്തമായി ഉദാഹരിച്ചിട്ടുണ്ട്. ഒന്നാമതായി രക്ഷയുടെ ആവശ്യകത. ക്രിസ്തു രക്ഷിക്കുന്ന ഏതൊരു പാപിയെയും പോലത്രേ ശിമോൻ പത്രോസ് തൻ്റെ എതിർപ്പിൽ കാണപ്പെടുന്നത്. ഒന്നാമത് അത്ഭുത സ്തബ്ധമായിട്ടുള്ള ഒരു ചോദ്യം, കർത്താവേ, നീ എൻ്റെ കാൽ കഴുകുന്നുവോ? തുടർന്ന് ധാർമ്മിക രോഷത്തോടുള്ള ഒരു ഗുണദോഷം, നീ ഒരു നാളും എൻ്റെ കാൽ കഴുകുകയില്ല, ഒരിക്കലുമില്ല. നീ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചാൽ പോലും ഞാൻ അതിനനുവദിക്കുകയില്ല കർത്താവേ എന്നുള്ള ഭാവം. പത്രോസിൻ്റെ തീവ്രമായ അമ്പരപ്പിനെ അഭിനന്ദിക്കുവാൻ പ്രയാസമില്ല. അവൻ്റെ പാദങ്ങൾ അശുദ്ധമാണെന്നും അതിന് കഴുകൽ ആവശ്യമാണെന്നും സമ്മതിച്ചു കൊടുക്കേണ്ടത് ഉണ്ടായിരുന്നു. അതിനേക്കാൾ ഉപരി തൻ്റെ കാലുകൾ കഴുകുന്ന ഒരു ദാസൻ്റെ ജോലി യേശുവിനെ കൊണ്ട് ചെയ്യിക്കുന്നതിന് പത്രോസ് താഴേണ്ടതുണ്ടോ? അതിനേക്കാൾ കഷ്ടം, താൻ മിടുക്കനായിരിക്കുന്ന ഈ കൂട്ടത്തിൽ യേശു പരസ്യമായി അത് ചെയ്യുന്നത് തനിക്കൊരു കുറച്ചിലല്ലേ? പരസ്യമായി അങ്ങ് അവഹേളിക്കപ്പെടാമോ? ക്രിസ്തുവിൻ്റെ താഴ്മയ്ക്കെതിരായി പത്രോസിൻ്റെ നിഗളഭാവം നിൽക്കുന്നു. ഈ നിഗളമാകുന്ന പാപം നമ്മിൽ ഓരോരുത്തരിലും ശക്തമാണ്. നാം അശുദ്ധരാണെന്നും കഴുകൽ ആവശ്യമാണെന്നും അംഗീകരിക്കുവാൻ മനസ്സില്ലാത്ത അവസ്ഥ. നമ്മുടെ ശുദ്ധീകരണത്തിനായിട്ടാണ് ക്രിസ്തു ക്രൂശിൽ കയറിയതെന്ന് അംഗീകരിച്ച് ക്രിസ്തു നമ്മെ കഴുകുവാൻ അനുവദിക്കുക. പലപ്പോഴും ഇത് വളരെയേറെ പ്രയാസമാണില്ലേ? നാം കുറ്റക്കാരാകുന്നു എന്നും യേശുക്രിസ്തുവിന് മാത്രമേ നമ്മെ രക്ഷിക്കുവാൻ കഴിയുകയുള്ളൂ എന്നും സമ്മതിക്കുന്നത് ഏതോ കുറച്ചിലാണെന്നത്രേ നാം കരുതുന്നത്. പത്രോസിനെ പോലെ, കർത്താവേ, ഞങ്ങൾ ഈ അശുദ്ധിയിൽ എങ്ങനെങ്കിലും നല്ലവരായി ജീവിച്ചു കൊള്ളാം, നീ കഴുകേണ്ട എന്നാണ് നാം പറയാറുള്ളതല്ലേ? അങ്ങനെ മനോഭാവമുള്ളവരോട് ക്രിസ്തു പറയുന്നത്, ഞാൻ നിന്നെ കഴുകാഞ്ഞാൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല എന്നാണ്. ഈ അടിസ്ഥാന സത്യങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാൻ നമ്മെക്കൊണ്ട് സാധ്യമല്ല. സുവിശേഷത്തിൻ്റെ അന്തസത്ത അവയാണ്. പാപത്താലും കുറ്റബോധത്താലും നാം അശുദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. അശുദ്ധരായതിനാൽ നാം ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിൽ ആയിരിക്കുവാൻ യോഗ്യതയില്ലാത്തവരത്രേ. ക്രിസ്തു നമ്മെ കഴുകാത്തിടത്തോളം, നമ്മെ ശുദ്ധീകരിക്കാത്തിടത്തോളം നമുക്ക് അവനോടൊപ്പം ഒരു കൂട്ടായ്മയും അനുഭവിക്കുവാൻ സാധ്യമല്ല. രണ്ടാമതായി, രക്ഷയുടെ സ്വഭാവം. രക്ഷ എന്നാൽ ഒരു കഴുകലാകുന്നു എന്ന് നാം കണ്ടു കഴിഞ്ഞു. ഇത് 2 വിധത്തിലുള്ള, 2 പടിയിലുള്ള
ഒരു കഴുകലാകുന്നു എന്ന് നാം മനസ്സിലാക്കണം. 11-ാം വാക്യത്തിൽ നാം കാണുന്നത്, അപ്പോൾ ശിമോൻ പത്രോസ്, കർത്താവേ, എൻ്റെ കാൽ മാത്രമല്ല കൈയും തലയും കൂടെ കഴുകണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, കുളിച്ചിരിക്കുന്നവന് കാലല്ലാതെ കഴുകുവാൻ ആവശ്യമില്ല, അവൻ മുഴുവനും ശുദ്ധിയുള്ളവൻ. നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു, എല്ലാവരും അല്ലതാനും എന്ന് പറഞ്ഞു. തന്നെ കാണിച്ചു കൊടുക്കുന്നവനെ അറിഞ്ഞിരിക്കൊണ്ടത്രേ എല്ലാവരും ശുദ്ധിയുള്ളവരല്ല എന്ന് പറഞ്ഞത്. 9 മുതൽ 11 വരെ ഞാൻ വായിച്ചു. ഒരിക്കൽ തൻ്റെ കാലുകൾ കഴുകുവാൻ പത്രോസ് സമ്മതിച്ചപ്പോൾ അവൻ്റെ കൈകളും തലയും കൂടി കഴുകണം എന്ന് അവൻ ആവശ്യപ്പെടുകയാണ്. വേറെ വിധത്തിൽ പറഞ്ഞാൽ, അവൻ ഒരറ്റത്തു നിന്നും മറ്റേ അറ്റത്തേക്കാണ് പോകുന്നത്. ഇന്നും ഈ കാഴ്ച വളരെയാണ്. ഏതെങ്കിലും ഒരറ്റത്ത് മാത്രം നിൽക്കുക. അനുരഞ്ജനം വേണമെന്നല്ല ഞാൻ അർത്ഥമാക്കുന്നത്. സമതുലിതമായൊരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ഭൂരിപക്ഷത്തെ കൊണ്ടും സാധിക്കുന്നില്ല. ഒന്നുകിൽ ഇടത്തെ അറ്റം അല്ലെങ്കിൽ വലത്തെ അറ്റം. രക്ഷയ്ക്കുള്ള എന്തെല്ലാം മാർഗങ്ങളാണ് ഓരോരുത്തർ നിർദ്ദേശിക്കുന്നത്? കുളിയൊന്ന്, കാല് ശുദ്ധമാകുന്നത് മറ്റൊന്ന്. എങ്ങനെയാണെങ്കിലും കർത്താവ് സ്വതന്ത്രമായി എന്നിൽ പ്രവർത്തിക്കുവാൻ ഞാൻ അനുവദിക്കില്ല. ഈ മനോഭാവം രക്ഷയ്ക്ക് തടസ്സമായി നിൽക്കുന്നു, അല്ലെങ്കിൽ വളർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്നു. യൂദ തന്നെ ഒറ്റിക്കൊടുക്കാനിരിക്കുകയാണ് എന്ന് യേശുവിന് അറിയാമായിരുന്നു. യൂദ കുളിച്ച് ശുദ്ധി വരുത്തിയിരുന്നില്ല എന്ന കാര്യം അവൻ അറിഞ്ഞിരുന്നു. അതായത് യൂദ വീണ്ടും ജനനം പ്രാപിച്ചിരുന്നില്ല. അവരെല്ലാവരും ശുദ്ധിയുള്ളവരല്ല എന്ന് യേശു പറയുവാനുള്ള കാരണം അതത്രേ. 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നാം അവിടെ കാണുന്നത്, ഞാനൊന്ന് വായിക്കട്ടെ, 12 മുതൽ 17 വരെ. അവൻ അവരുടെ കാൽ കഴുകിയിട്ട് വസ്ത്രം ധരിച്ച് വീണ്ടും ഇരുന്ന് അവരോട് പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് ചെയ്തത് ഇന്നത് എന്ന് അറിയുന്നുവോ? നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു. ഞാൻ അങ്ങനെ ആകൊണ്ട് നിങ്ങൾ പറയുന്നത് ശരി. കർത്താവും ഗുരുവുമായി ഞാൻ നിങ്ങളുടെ കാൽ കഴുകിയെങ്കിൽ നിങ്ങളും തമ്മിൽ തമ്മിൽ കാൽ കഴുകേണ്ടതാകുന്നു. ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ദൃഷ്ടാന്തം തന്നിരിക്കുന്നു. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ദാസൻ യജമാനനേക്കാൾ വലിയവനല്ല, ദൂതൻ തന്നെ അയച്ചവനേക്കാൾ വലിയവനുമല്ല. ഇത് നിങ്ങൾ അറിയുന്നുവെങ്കിൽ ചെയ്താൽ ഭാഗ്യവാന്മാർ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കൾ നാളുകളായി ക്രിസ്തീയ കൂട്ടായ്മയിലായിരിക്കാം. ഒരിക്കൽ അനുഭവിച്ച സന്തോഷവും സംതൃപ്തിയും ഇന്നില്ലാതെ ആരെയൊക്കെയോ പഴിചാരി മുൻപോട്ട് പോവുകയല്ലേ? ആത്മീക നിർജീവത്വം താങ്കളെയും താങ്കളുടെ സഭയെയും വല്ലാതെ ബാധിച്ചിരിക്കുന്നു ഇല്ലേ? അതിൽ നിന്നും ഒരു വിടുതൽ പ്രാപിക്കുവാൻ മാർഗമുണ്ട്. താങ്കളുടെ രക്ഷയുടെ സന്തോഷം തിരികെ കിട്ടുവാൻ അവൻ്റെ അടുത്തേക്ക് ചെന്ന് പാപം ഏറ്റുപറയേണ്ടതുണ്ട്. ക്രിസ്തീയ കൂട്ടായ്മകളിലെ ഒരു വലിയ പ്രശ്നം ഇന്ന് ഇതത്രേ. നമ്മുടെ തല നിറയെ അറിവായിരിക്കും. വിശുദ്ധ ബൈബിൾ ശരിക്കറിയാമെന്നാകും താങ്കളുടെ ചിന്ത. സകല ക്രിസ്തീയ ഉപദേശങ്ങളും താങ്കൾ ശരിക്കും വ്യാഖ്യാനിക്കും. പ്രസംഗത്തിന് ഒരു പ്രശ്നവുമില്ല. എന്നാൽ കാലിൽ നിന്നും ദുർഗന്ധം വമിക്കുകയാണ്. പ്രിയ സഹോദര, കഴുകാത്ത കാല് പോലെ അസഹ്യമായ ദുർഗന്ധമുള്ള മറ്റെന്താണ്? ചിലർ ഷൂസ് ഊരിക്കഴിയുമ്പോൾ അവിടെ ഇരിക്കുന്നവർക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടാണ്. ഷൂസ് ഉള്ളതുകൊണ്ട് അത്ര പെട്ടെന്ന് അറിയുന്നില്ല. ഇന്ന് നമ്മുടെ ആരാധനകളിൽ സുഗന്ധത്തിന് പകരം ദുർഗന്ധം വമിക്കുന്നത് ഈ കാരണത്താലാണ്. ശുദ്ധിയാക്കാത്ത കാൽ. അതുകൊണ്ടാണ് പുതുതായി ആരും ആരാധനയിലേക്ക് വരാത്തത്. ക്രിസ്തുവിനോട് കൂട്ടായ്മ ഉണ്ടാകണമെന്ന് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. ക്രിസ്തീയ ജീവിതം സുഗന്ധം പരത്തുന്നതാകണം. ഈ മാളികമുറിയിൽ ശിഷ്യന്മാർക്ക് ഒരു കൂട്ടം കുട്ടികളെ പോലെയാണ് കാണപ്പെടുന്നത്. അവർ ഭയചകിതരായിരുന്നു. ക്രൂശിൻ്റെ നിഴലിൽ ആ ഭയം വളരെയധികം കാണുവാൻ സാധിക്കുന്നു. 18-ാം വാക്യത്തിൽ, നിങ്ങളെ എല്ലാവരെയും കുറിച്ച് പറയുന്നില്ല, ഞാൻ തിരഞ്ഞെടുത്തവരെ ഞാൻ അറിയുന്നു. എന്നാൽ എൻ്റെ അപ്പം തിന്നുന്നവൻ എൻ്റെ നേരെ കുതികാൽ ഉയർത്തിയിരിക്കുന്നു എന്നുള്ള തിരുവെഴുത്തിന് നിവർത്തി വരേണ്ടതാകുന്നു. താൻ കൂടിയിരിക്കുന്ന എല്ലാവരെയും കുറിച്ചല്ല പറയുന്നത് എന്ന കാര്യം യേശു വളരെ വ്യക്തമായി അവരോട് പറയുന്നു. ഇവയൊക്കെ ചെയ്യുമെങ്കിൽ അവർ സന്തോഷമുള്ളവരായിരിക്കും എന്ന് യേശു അവരോട് പറഞ്ഞതേയുള്ളൂ. എന്നാൽ അവരിൽ ഒരാൾക്ക് അവ ചെയ്യുവാൻ കഴിയുകയില്ല. അതിൻ്റെ കാരണം അവൻ വിശ്വസിച്ചിട്ടില്ല. അവരെല്ലാവരും ശുദ്ധിയുള്ളവരല്ല എന്ന് യേശു അവരോട് പറഞ്ഞിരുന്നു. നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു എന്നാണ് യേശു പറഞ്ഞത്. ഗുരു ഒരു അധ്യാപകനാണ്. അദ്ദേഹത്തെ വിശ്വസിക്കേണ്ടത് ആവശ്യമാണ്. കർത്താവിനെ അനുസരിക്കുകയും ചെയ്യണം. വിശ്വാസവും അനുസരണവും ഒന്നിച്ചു പോകേണ്ട കാര്യങ്ങളാണ്. അതെ, രക്ഷിക്കുന്ന ജീവനുള്ള വിശ്വാസം അനുസരണത്തിലേക്ക് നടത്തുന്നു. യൂദായ്ക്ക്
ഈ വിധത്തിലുള്ള വിശ്വാസമില്ലായിരുന്നു. 41 സങ്കീർത്തനം 9 വാക്യത്തിൽ നിന്നും ഉദ്ധരിക്കുന്നത്, ഞാൻ വിശ്വസിച്ചവനും എൻ്റെ അപ്പം തിന്നവനുമായി എൻ്റെ പ്രാണസ്നേഹിതൻ പോലും എൻ്റെ നേരെ കുതികാൽ ഉയർത്തിയിരിക്കുന്നു. അതെ, യേശു യൂദായെയാണ് സൂചിപ്പിക്കുന്നത്. ഈ മനുഷ്യന് അവൻ്റെ ആത്മീയ ജീവിതം നഷ്ടമാകുന്ന പ്രശ്നം അല്ല, പിന്നെയോ അവന് ഒരിക്കലും ഒരു ആത്മീയ ജീവിതം ഉണ്ടായിരുന്നില്ല എന്നതിൻ്റെ വെളിപ്പാടാണിത്. അശുദ്ധി പുരണ്ട ഒരു ആട്ടിൻകുട്ടിയല്ല, പിന്നെയോ ചെളിയിൽ ആഹ്ലാദം കണ്ടെത്തുന്ന ഒരു പന്നിക്കുട്ടി പോലെയാണ്. എങ്കിലും അവനും ആ മാളികമുറിയിൽ ഉണ്ടായിരുന്നു. യേശു അവൻ്റെയും കാൽ കഴുകി. ദൈവവചനത്താലുള്ള കഴുകൽ അവൻ കേട്ടുവെങ്കിലും അതിനെ പൂർണ്ണമായി തള്ളിക്കളയുകയാണ് ചെയ്തത്. കാരണം അവൻ്റെ മനസ്സ് നിറയെ പണവും ലൗകികമായ കാര്യങ്ങളുമായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ യാഗത്തിൻ്റെ ദൈവിക വശം അവൻ്റെ രക്തമാണ്. നമ്മുടെ പാപങ്ങളുടെ പ്രായശ്ചിത്തമാണ് യേശുവിൻ്റെ രക്തം. ആ രക്തം എൻ്റെ സകല കുറ്റത്തിൽ നിന്നും, എൻ്റെ പേരിൽ കണക്കിട്ടിരുന്ന സകല ഇരുണ്ട പട്ടികയിൽ നിന്നും എന്നെ കഴുകി ശുദ്ധീകരിച്ചു. ആ രക്തം എൻ്റെ സകല ലംഘനങ്ങളും കഴുകി ശുദ്ധീകരിച്ചതിനാൽ എനിക്ക് ദൈവം മുൻപാകെ ധൈര്യത്തോടെ നിൽക്കുവാൻ എന്നെ യോഗ്യനാക്കി തീർത്തു. നിയമപരമായ പ്രായശ്ചിത്തത്തിനു വേണ്ടിയാണ് രക്തം. വെള്ളത്താലുള്ള ശുദ്ധീകരണം അതിൻ്റെ മാനുഷിക വശമാണ്. അത് നമ്മുടെ ധാർമ്മികമായ ശുദ്ധീകരണത്തിന് വേണ്ടിയാണ്. യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ ദൈവം മുൻപാകെ നിൽക്കുവാനുള്ള പ്രാഗൽഭ്യം ലഭിച്ചതിന് ശേഷം നമ്മുടെ ദൈനംദിന നടപ്പിൽ ദൈവവചനമാകുന്ന വെള്ളം നമുക്ക് ധാർമ്മികമായ ശുദ്ധീകരണം നൽകുന്നു. 19 വാക്യം നോക്കിക്കാട്ടെ. അത് സംഭവിക്കുമ്പോൾ ഞാൻ തന്നെ മശിഹ എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് ഞാൻ ഇപ്പോൾ അത് സംഭവിക്കും മുമ്പേ നിങ്ങളോട് പറയുന്നു. അവരിൽ ഒരാൾ തൻ്റെ നേരെ കുതികാൽ ഉയർത്തും എന്ന് യേശു അവരോട് മുമ്പ് കൂട്ടി പറയുന്നു. കാരണം അത് സംഭവിക്കുമ്പോൾ അവർ ഞെട്ടിപ്പോകുവാൻ ഇടയാകരുത് എന്നതായിരുന്നു യേശുവിൻ്റെ ഉദ്ദേശം. പാവം യേശു അതറിഞ്ഞിരുന്നില്ല എന്ന് അവർക്കപ്പോൾ പറയുവാൻ കഴിയില്ല. കർത്താവായ യേശുക്രിസ്തുവിനെ അവൻ്റെ കൂടെ നടന്ന അവരുടെ അകത്തെ ആളാണ് ഒറ്റിക്കൊടുത്തത്. ഇന്നും ഇതുതന്നെയാണ് വാസ്തവം. സഭയ്ക്ക് പുറത്തുള്ള പാപത്തെക്കുറിച്ച് ജനം പരാതി പറയുന്നു. എന്നാൽ അതല്ല സഭയെ മുറിവേൽപ്പിക്കുന്നത്. നേരെ മറിച്ച് അവരിൽ ചില പാപികൾ രക്ഷിക്കപ്പെടുവാനുണ്ട്. എന്നാൽ യേശുക്രിസ്തുവിനെ അകത്തെ ആളുകൾ ഒറ്റിക്കൊടുക്കുന്നതാണ് പ്രശ്നം, അവരുടെ ജീവിതം കൊണ്ടും അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ടും. 20 വാക്യത്തിൽ, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ അയക്കുന്നവനെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു. മറ്റ് ശിഷ്യന്മാരോടൊപ്പം യൂദായും പ്രത്യേക ദൗത്യവുമായി അയക്കപ്പെട്ടതായിരുന്നു. അവൻ പ്രസംഗിക്കുകയും സൗഖ്യമാക്കുകയും ചെയ്തിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഞാൻ അയക്കുന്നവനെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു എന്ന്. അതെ, ദൂതുവാഹകൻ്റെയോ പ്രസംഗകൻ്റെയോ വിശ്വാസം മൂലം ആരും രക്ഷിക്കപ്പെടുന്നില്ല. ദൈവവചനം കേൾക്കുകയും ക്രിസ്തുവിനെ സ്വീകരിക്കുകയും ചെയ്യുന്നതിൽ കൂടിയാണ് നാം രക്ഷിക്കപ്പെടുന്നത്. ദൈവം തൻ്റെ വചനത്തെ അനുഗ്രഹിക്കുകയും കേൾക്കുന്നവൻ രക്ഷ പ്രാപിക്കുകയും ചെയ്യുന്നു. 21 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിലേക്ക് നാം വരുമ്പോൾ യൂദാ യേശുവിനെ ഒറ്റിക്കൊടുക്കുവാൻ പോകുന്ന ആ കാര്യം കാണുന്നു. അതറിഞ്ഞിട്ടും യേശുവിന് യാതൊരു കുലുക്കവും ഉണ്ടായില്ല എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് തെറ്റുപറ്റി. യേശു ഉള്ളം കലങ്ങി എന്നിവിടെ നാം വായിക്കുന്നു. ശിഷ്യന്മാർ പകച്ചിരുന്നു പോയി. ആ മുറിയിൽ ഉണ്ടായ ഞെട്ടലിൻ്റെ അനുഭവം നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. യൂദാ വളരെ കൗശലപൂർവ്വം കാര്യം കൈകാര്യം ചെയ്തു. അവിടെ കൂടിയിരുന്നവരിൽ ഒരുത്തൻ പോലും യൂദായാണ് ഒറ്റുകാരൻ എന്ന് മനസ്സിലാക്കിയില്ല. ഓരോരുത്തരും വിചാരിച്ചത് മറ്റാരെങ്കിലും ആണെന്നാണ്. താൻ തന്നെ ആയിരിക്കും എന്ന് ഓരോരുത്തർ ചിന്തിക്കുവാൻ തുടങ്ങി. ഈ കാര്യം ചെയ്യുവാൻ താൻ കഴിവുള്ളവനാണെന്ന് ഓരോരുത്തർക്കും മനസ്സിലായി. യോഹന്നാനും പത്രോസും തമ്മിലുള്ള ലഘു നാടകം മറ്റുള്ളവർ ശ്രദ്ധിച്ചിരിക്കാം. മുറിയിൽ ആകെ കുഴപ്പത്തിൻ്റെ ഒരു ഛായയായിരുന്നു. പത്രോസ് യേശുവിൽ നിന്ന് അകന്നായിരിക്കണം ഇരുന്നിരുന്നത്. യോഹന്നാൻ യേശുവിനോട് അടുത്ത് ഇരുന്നതിനാൽ ഇതാരെക്കുറിച്ചാകുന്നു പറയുന്നത് എന്ന് യേശുവിനോട് ചോദിക്കാനായി പത്രോസ് യോഹന്നാനോട് ആംഗ്യം കാട്ടി. 26 വാക്യം, ഞാൻ അപ്പക്കണ്ണം മുക്കിക്കൊടുക്കുന്നവൻ തന്നെ എന്ന് യേശു ഉത്തരം പറഞ്ഞു. കണ്ണം മുക്കി ശിമോൻ ഇസ്കറിയോത്താവിൻ്റെ മകനായ
യൂദയ്ക്ക് കൊടുത്തു. ഒരു വിരുന്നിൽ ആതിഥേയൻ ഒരു കഷണം അപ്പം എടുത്ത് മുക്കി വിശിഷ്ടാതിഥിക്ക് കൊടുക്കുക എന്നത് അന്നത്തെ പതിവായിരുന്നു. ഇപ്രകാരമുള്ള പ്രവൃത്തിയിൽ കൂടി യേശു യൂദായെ വിശിഷ്ടാതിഥിയായി കണക്കാക്കുകയാണ് ചെയ്തത്. സ്നേഹത്തിൻ്റെ പ്രതീകമായി യേശു അവൻ അപ്രകാരം ചെയ്യുന്നു. യൂദാ വഴിത്തിരിവിലെത്തി നിൽക്കുകയാണ്. ഏറ്റവും ഒടുവിൽ പോലും കർത്താവ് അവനോട് ചോദിക്കുകയാണ്, സ്നേഹിത, നീ എവിടെ നിന്ന് വരുന്നു? അവനോട് ചോദിക്കുന്നതായി കാണാവുന്ന ഏറ്റവും മനോഹരമായ ഒരു ചോദ്യം. അപ്പോഴും യേശു അവനെ സ്നേഹിക്കുകയും അവനായി വാതിൽ തുറന്നിടുകയും ചെയ്തിരുന്നു. യൂദാ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് യേശു അറിഞ്ഞിരുന്നുവെങ്കിലും അത് ചെയ്യുവാൻ യേശു അവനെ പ്രേരിപ്പിച്ചില്ല. വാസ്തവത്തിൽ അവസാനത്തോളം യേശു തൻ്റെ സ്നേഹം അവന് കാട്ടിക്കൊടുക്കുകയാണ് ചെയ്തത്. 27 വാക്യം, ഖണ്ഡം വാങ്ങിയ ഉടനെ സാത്താൻ അവനിൽ കടന്നു. യേശു അവനോട്, നീ ചെയ്യുന്നത് വേഗത്തിൽ ചെയ്യുക എന്ന് പറഞ്ഞു. ക്രമേണ സാത്താൻ യൂദായെ വശത്താക്കി. യാതൊരുത്തനെയും സാത്താൻ പെട്ടെന്ന് തൻ്റെ വശത്താക്കുമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. സാവധാനത്തിൽ സാത്താന് മുന്നേറുവാൻ അനുവദിക്കുന്ന ചെറിയ ചെറിയ വീഴ്ചകൾ ഉണ്ടാകും. ആ സംസാരത്താൽ വിജയിക്കുകയും ഒരുവനെ പൂർണ്ണമായി കീഴടക്കുകയും ചെയ്യുന്നു. തന്നെ ശുദ്ധീകരിക്കുവാൻ യേശു കർത്താവ് യൂദയ്ക്ക് ഒരു അവസരം നൽകി. എന്നാൽ യൂദാ കർത്താവിന് മുഖം തിരിച്ചു കളയുകയാണ് ചെയ്തത്. തുടർന്ന് സാത്താൻ അവനിലേക്ക് തിരികെയും അവനെ പൂർണ്ണമായി കീഴടക്കുകയുമാണ് ചെയ്തത്. യൂദാ തൻ്റേതായ തീരുമാനം കൈക്കൊള്ളുന്നു. മനുഷ്യൻ്റെ തീരുമാനം എന്തായിരുന്നാലും ദൈവം അതിനെ പിന്താങ്ങുകയേ ചെയ്യുന്നുള്ളൂ. താൻ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നു എന്ന് ഒരു വ്യക്തി പറയുമ്പോൾ ദൈവം പറയുന്നത്, ഞാൻ അതിനെ പിന്താങ്ങുന്നു, ഞാൻ നിന്നെ കൈക്കൊള്ളുന്നു എന്നത്രേ. താൻ ക്രിസ്തുവിനെ ത്യജിക്കുന്നു എന്ന് യൂദായെപ്പോലെ ഒരു വ്യക്തി പറയുമ്പോൾ അപ്പോഴും ദൈവം പറയുന്നത്, ഞാൻ അതിനോട് യോജിക്കുന്നു എന്നാണ്. പെട്ടെന്ന് അവിടം വിട്ടുപോകുവാൻ യേശു യൂദായോട് പറയുന്നു. തൻ്റേതായ തീരുമാനം കൈക്കൊണ്ടതിന് ശേഷവും അവൻ ദൈവത്തിൻ്റെ നിയന്ത്രണത്തിന് അതീതനല്ല. വാസ്തവത്തിൽ അവൻ്റെ തീരുമാനം കൈക്കൊണ്ടതിന് ശേഷം അവൻ ദൈവത്തോട് സഹകരിക്കുവാൻ നിർബന്ധിതനാകുകയാണ് ചെയ്തത്. പെരുന്നാളിൽ പുരുഷാരം അവിടെ കൂടി വന്നിരുന്നപ്പോൾ യേശുവിനെ പിടിക്കുവാനോ ക്രൂശിക്കുവാനോ മതഭരണാധികാരികൾക്ക് താല്പര്യമില്ലായിരുന്നു എന്ന കാര്യം ശ്രദ്ധിക്കേണ്ടതത്രേ. പെരുന്നാൾ അവസാനിക്കുന്നതുവരെയും അവർ കാത്തിരിക്കുവാനാണ് ആഗ്രഹിച്ചത്. എന്നാൽ നമ്മുടെ കർത്താവ് ഇപ്പോൾ യൂദായോട് പറയുന്നത്, പോയി അവൻ ചെയ്യാനിരിക്കുന്നത് വേഗത്തിൽ ചെയ്യുക എന്നാണ്. അതിനാൽ യൂദയ്ക്ക് ഉടനെ തന്നെ പുറത്തു പോയി നേതാക്കന്മാരോട് തന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നും അവർ വേഗത്തിൽ കാര്യങ്ങൾ നിർവഹിക്കണമെന്നും പറയേണ്ടതായി വന്നു. എന്നാൽ ഇത് ഇന്നതിനെക്കുറിച്ച് പറഞ്ഞു എന്നും പന്തിയിലിരുന്നവരിൽ ആരും അറിഞ്ഞില്ല എന്ന് 28 വാക്യത്തിൽ നാം വായിക്കുന്നു. യൂദായാണ് യേശുവിനെ ഒറ്റിക്കൊടുക്കുവാൻ പോകുന്നത് എന്ന് മേശയ്ക്ക് ചുറ്റുമിരുന്നവരിൽ ആർക്കും സംശയം തോന്നിയില്ല. 29 വാക്യത്തിലേക്ക് നാം വരുമ്പോൾ, പണസഞ്ചി യൂദായുടെ പക്കലാകിയാൽ പെരുന്നാളിന് വേണ്ടുന്നത് മേടിപ്പാനോ ദരിദ്രർക്ക് വല്ലതും കൊടുപ്പാനോ യേശു അവനോട് കൽപ്പിക്കുന്നു എന്ന് ചിലർക്ക് തോന്നി. യേശു സഹായ അഭ്യർത്ഥന നടത്തിയിരുന്നില്ല എന്ന കാര്യം ശ്രദ്ധിക്കുക. അവർക്ക് ഒരു ഖജനാവുണ്ടായിരുന്നു. അവർ തികച്ചും വ്യാപാരാടിസ്ഥാനത്തിലാണ് അവരുടെ കാര്യങ്ങൾ നിർവഹിച്ചിരുന്നത്. കർത്താവ് അവരെ അതിശയം പ്രവർത്തിച്ച് പോറ്റിയിരുന്നില്ല എന്നും ഇത് വ്യക്തമാക്കുന്നു. അവർ പോയി ആഹാരം വാങ്ങേണ്ടത് ആവശ്യമായിരുന്നു. യൂദായായിരുന്നു അവരുടെ ഖജാൻജി. പണം കൈകാര്യം ചെയ്യുന്നതിൽ എല്ലായ്പ്പോഴും പരീക്ഷയുണ്ടാകാവുന്നതാണ്. ഇന്നും അതുതന്നെയാണല്ലോ വാസ്തവം. പെസഹായുടെ കാലത്ത് പാവപ്പെട്ടവർക്ക് ദാനങ്ങൾ നൽകിയിരുന്നു. പണം ഉപയോഗിച്ചു അത് ചെയ്യുവാനായിരിക്കും യേശു അവനോട് പറഞ്ഞത് എന്നാണ് ശിഷ്യന്മാർ ചിന്തിച്ചത്. 30 വാക്യം, ഖണ്ഡം വാങ്ങിയ ഉടനെ അവൻ എഴുന്നേറ്റ് പോയി. അപ്പോൾ രാത്രിയായിരുന്നു. യൂദാ പുറത്തു പോയപ്പോൾ രാത്രിയായിരുന്നു എന്ന കാര്യവും ശ്രദ്ധിക്കുക. യൂദായെ സംബന്ധിച്ചിടത്തോളം അത് നിത്യമായ രാത്രിയായിരുന്നു. അത് സാത്താൻ്റെ ദിവസമായിരുന്നു. അത് എല്ലായ്പ്പോഴും അന്ധകാര നിബിഡമായത് ആയിരിക്കും. ഈ മനുഷ്യൻ നിത്യമായ അന്ധകാരത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുകയാണ് ചെയ്തത്. ദൈവം ചെയ്യുന്നത് എല്ലാം പതിയെയാണ് ചെയ്യുന്നത്. എന്നാൽ സാത്താൻ ചെയ്യുന്നതെല്ലാം അവൻ തിടുക്കത്തിൽ ചെയ്യുന്നു. സാത്താൻ വളരെ തിടുക്കത്തിൽ പ്രവർത്തിക്കേണ്ടത് ആവശ്യമാണ്. കാരണം അവൻ്റെ നാളുകൾ വളരെ പരിമിതമാണല്ലോ. എന്നാൽ ദൈവത്തിന് തൻ്റെ ഉദ്ദേശം നിവർത്തിക്കുന്നതിന് വേണ്ടി നിത്യത തൻ്റെ മുമ്പിലുണ്ട്. മനസ്സിലാക്കാറില്ല എന്നതത്രേ നമ്മുടെ പരാജയം. ഇപ്പോൾ ആ മുറിയിൽ ഒരു വ്യത്യാസമുണ്ട്. യൂദാ പോയി കഴിഞ്ഞു. നമ്മുടെ കർത്താവ് ബാക്കി ശിഷ്യന്മാരോട് സംസാരിക്കുവാൻ തുടങ്ങുന്നു. അവർ
ഭയന്നിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. മാളികമുറിയിൽ ഇരുന്ന ആ ചെറിയ കൂട്ടത്തിന്മേൽ ക്രൂശിൻ്റെ നിഴൽ വീണിരുന്നു. തുടർന്ന് നമ്മുടെ കർത്താവ് അവരെ താഴ്ന്ന നിലവാരത്തിൽ നിന്ന് ഉയർത്തുവാൻ ശ്രമിക്കുന്നു. ഈ താൽക്കാലികമായ ചിന്തയിൽ നിന്ന് വരുവാനുള്ള ചിന്തയിലേക്ക് അവരെ നയിക്കുവാൻ ശ്രമിക്കുകയാണ്. ഭൗമികമായ ചിന്തയിൽ നിന്ന് ആത്മീയ ചിന്തയിലേക്ക് അവരെ നയിക്കുകയാണ് യേശു ചെയ്യുന്നത്. ശിമോൻ പത്രോസ് ഇടയ്ക്ക് അവനെ തടസ്സപ്പെടുത്തിയെങ്കിലും യേശുവിൻ്റെ ഉപദേശം ഇവിടെ ആരംഭിക്കുകയും 14-ാം അധ്യായത്തിൽ തുടരുകയും ചെയ്യുന്നു. 31, 32 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. അവൻ പോയ ശേഷം യേശു പറഞ്ഞത്, ഇപ്പോൾ മനുഷ്യപുത്രൻ മഹത്വപ്പെട്ടിരിക്കുന്നു, ദൈവവും അവനിൽ മഹത്വപ്പെട്ടിരിക്കുന്നു. ദൈവം അവനിൽ മഹത്വപ്പെട്ടിരിക്കുന്നു എങ്കിൽ ദൈവം അവനെ തന്നിൽ തന്നെ മഹത്വപ്പെടുത്തും, ക്ഷണത്തിൽ അവനെ മഹത്വപ്പെടുത്തും. യേശു കർത്താവ് ആത്മീയ ഗോളത്തിലേക്ക് അവരുടെ ശ്രദ്ധ തിരിക്കുന്നു. മനുഷ്യപുത്രൻ മഹത്വപ്പെടുവാൻ പോകുന്നു. അത് അവൻ്റെ മരണത്തിലും പുനരുത്ഥാനത്തിലും കൂടി സാധ്യമാകും. മാനുഷികമായ രീതിയിൽ കുരിശ് അപമാനത്തിൻ്റെയും പരാജയത്തിൻ്റെയും പ്രതീകമായി തോന്നാം. എന്നാൽ ദൈവം യേശുക്രിസ്തുവിൽ മഹത്വപ്പെട്ടിരിക്കുന്നു. കാരണം ലോകത്തിൻ്റെ രക്ഷ സാധ്യമായിത്തീരുന്നത് അതിൽ കൂടെയാണ്. 33-ാം വാക്യം, കുഞ്ഞുങ്ങളെ, ഞാൻ ഇനി കുറഞ്ഞൊന്ന് മാത്രം നിങ്ങളോട് കൂടെയിരിക്കും. നിങ്ങൾ എന്നെ അന്വേഷിക്കും. ഞാൻ പോകുന്ന ഇടത്ത് നിങ്ങൾക്ക് വരുവാൻ കഴിയുകയില്ല എന്ന് ഞാൻ യഹൂദന്മാരോട് പറഞ്ഞതുപോലെ ഇന്ന് നിങ്ങളോടും പറയുന്നു. യൂദ അവരുടെ ഇടയിൽ നിന്ന് പോയിരിക്കുന്നു. ആയതിനാൽ യേശുവിന് അവരെ കുഞ്ഞുങ്ങളെ എന്ന് അഭിസംബോധന ചെയ്യുവാൻ കഴിഞ്ഞു. അവൻ ക്രൂശിങ്കിലേക്ക് പോവുകയാണ്. യേശു പോയതുപോലെ യാതൊരു വ്യക്തിക്കും ക്രൂശിങ്കിലേക്ക് പോകുവാൻ കഴിയുകയില്ല. അവൻ തനിയെ കഷ്ടത സഹിച്ചു. എനിക്ക് നിങ്ങൾക്കും ഗ്രഹിക്കുവാൻ കഴിയാത്ത കഷ്ടതയും യേശു സഹിക്കേണ്ടതായിട്ട് ഉണ്ടായിരുന്നു. 34-ും 35-ഉം വാക്യങ്ങളിലേക്ക് നാം വരുമ്പോൾ, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണമെന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം എന്ന് തന്നെ. നിങ്ങൾക്ക് തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ എന്ന് എല്ലാവരും അറിയും. ഇപ്പോൾ യേശു അവർക്കൊരു പുതിയ കൽപ്പന കൊടുക്കുന്നു. നിങ്ങൾ വിശ്വാസത്തിൽ അടിസ്ഥാനപ്പെട്ടവരെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ എന്ന് എല്ലാവരും അറിയുമെന്ന് യേശു പറഞ്ഞിരിക്കാം എന്ന് ചിലർ ചിന്തിക്കാനിടയുണ്ട്. നമ്മുടെ അടിസ്ഥാനപരമായ വിശ്വാസ മൂല്യങ്ങൾക്ക് രക്ഷിക്കപ്പെടാത്ത ലോകത്തെ സ്വാധീനിക്കുവാൻ കഴിയുകയില്ല. ലോകം ഇന്ന് ഇത്തിരി സ്നേഹത്തിനു വേണ്ടി മരിച്ചുകൊണ്ടിരിക്കുകയാണ്. തൻ്റെ ശിഷ്യന്മാർ അവരുടെ സ്നേഹത്തിൽ അറിയപ്പെടുന്നവരായിരിക്കണം എന്ന് യേശു പറഞ്ഞു. നിങ്ങൾ അന്യോന്യം കടിക്കുകയും തിന്നുകളയുകയും ചെയ്താലോ ഒരുവനാൽ ഒരുവൻ ഒടുങ്ങിപ്പോകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീനെന്ന് ഗലാത്യലേഖനം 5-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം. ഈ വിധത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ന് അവിശ്വാസികളെ സഭയിൽ നിന്ന് അകറ്റിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ളവർ സുവിശേഷം കേൾക്കാൻ വരാത്തതിൻ്റെ കാരണം അതത്രേ. ഒരു ദൈവപൈതലിനോടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന സാക്ഷ്യം വഹിക്കണമെന്നോ ശുശ്രൂഷ ചെയ്യണമെന്നോ ഉള്ളതല്ല, പിന്നെയോ മറ്റ് വിശ്വാസികളെ സ്നേഹിക്കണമെന്നുള്ളതാണെന്ന് വസ്തുത നാം മറന്നു പോകരുത്. 36 മുതൽ 38 വരെയുള്ള വാക്യങ്ങളിൽ ശിമോൻ പത്രോസ് അവനോട്, കർത്താവേ, നീ എവിടെ പോകുന്നു എന്ന് ചോദിച്ചതിന്, ഞാൻ പോകുന്ന ഇടത്തേക്ക് നിനക്ക് ഇപ്പോൾ എന്നെ അനുഗമിപ്പാൻ കഴിയുകയില്ല, പിന്നത്തേതിൽ നീ എന്നെ അനുഗമിക്കുമെന്ന് യേശു അവനോട് ഉത്തരം പറഞ്ഞു. പത്രോസ് അവനോട്, കർത്താവേ, ഇപ്പോൾ എനിക്ക് നിന്നെ അനുഗമിപ്പാൻ കഴിയാത്തത് എന്ത്? ഞാൻ എൻ്റെ ജീവനെ നിനക്ക് വേണ്ടി വെച്ച് കളയുമെന്ന് പറഞ്ഞു. അതിന് യേശു, നിന്റെ ജീവനെ എനിക്ക് വേണ്ടി വെച്ച് കളയുമോ? ആമേൻ, ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, നീ 3 പ്രാവശ്യം എന്നെ തള്ളിപ്പറയുവോളം കോഴി കൂവുകയില്ല എന്നുത്തരം പറഞ്ഞു. നമ്മോട് വളരെ സാമ്യമുള്ള ഒരു മനുഷ്യനെ ഇവിടെ നാം കാണുന്നു. താങ്കൾ ഒരു ദൈവപൈതലാകുന്നു എങ്കിൽ താങ്കൾ ഒരിക്കലും യേശുവിനെ യൂദാ ചെയ്തതുപോലെ വിൽക്കുകയില്ല എന്നത്ര എൻ്റെ വിശ്വാസം. ദൈവത്തിൻ്റെ ആത്മാവ് താങ്കളിൽ വസിക്കുന്നത് കൊണ്ട് പിശാച് താങ്കളിൽ കർത്തൃത്വം നടത്തില്ല എന്നത് തീർച്ചയാണ്. എന്നാൽ പത്രോസ് ചെയ്തതുപോലെ ചെയ്യാത്ത യാതൊരുത്തനും ഉണ്ടായിരിക്കുകയില്ല. പത്രോസിൻ്റെ പ്രശ്നം അവൻ്റെ ഹൃദയത്തിൽ സാത്താൻ ഉണ്ടായിരുന്നു എന്നതല്ല, പിന്നെയോ അവൻ തൻ്റെ ജഡത്തിൽ പ്രശംസിക്കുന്നവനായിരുന്നു എന്നത്രേ. ഓരോരുത്തരുടെയും പ്രശ്നം ഇത് തന്നെയാണ്. വാസ്തവത്തിൽ പത്രോസ് ചെയ്തത് എത്ര ക്രൂരമായിപ്പോയി അല്ലേ? ഇവിടെ നമുക്ക് എത്ര നല്ല പാഠമാണ് ലഭിക്കുന്നത്. പത്രോസ് തന്നിൽ തന്നെ ആശ്രയിക്കുന്നവനായിരുന്നു. നാം ജഡത്തിൽ ആശ്രയിക്കരുത് എന്ന് പത്രോസിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം പറഞ്ഞു, ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നുവെന്ന്. ജീവിതത്തിലെ അശുദ്ധികളെ, ജീവിതത്തിലെ പോരായ്മകളെ കാണുവാൻ കഴിയുന്നുണ്ടോ? ക്രിസ്തുവിൻ്റെ ആ മാതൃക പിന്തുടരുവാൻ കഴിയുന്നുണ്ടോ? ഇന്നത്തെ പഠനം നിങ്ങൾക്ക് സ്വയപരിശോധനയ്ക്കുതകി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ.